നമസ്കാരം. ടീം ലളിതത്തിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് തുണച്ചു, വിപണിയിൽ ശക്തമായ മുന്നേറ്റം. നിഫ്റ്റി 25,000 തിരികെ പിടിച്ചു. ബാങ്ക് നിഫ്റ്റി റെക്കോർഡ് ഇട്ടു. അപ്പം വിപണിയിൽ ഇനി എന്ത്? അപ്പോൾ ഈ ഒരു ഘടകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു റിസർവ് ബാങ്കിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ സർപ്രൈസിങ് ആയതാണ് ഇന്ത്യൻ വിപണി ഇന്ന് ശക്തമായി മുന്നോട്ട് നയിച്ചത്. ആ സർപ്രൈസിങ് പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തും, അല്ലെങ്കിൽ 25 BPS കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് 50 BPS അല്ലെങ്കിൽ 0.5%. ഒരു ജംബോ കട്ട് ഉണ്ടായതാണ് മാർക്കറ്റിനെ ഏറ്റവും അധികം സർപ്രൈസിംഗ് ആയി സ്വാധീനിച്ചത്. അതേപോലെ തന്നെ കരുതൽ ധനാനുപാതം, ബാങ്കുകളുടെ ക്യാഷ് റിസർവ് റേഷ്യോയിൽ 4% നിന്ന് 3% താഴ്ത്തുന്ന ഒരു പ്രഖ്യാപനവുമുണ്ട്. ഇത് ബാങ്കിങ് ഓഹരികളിലും വളരെ ശക്തമായൊരു മുന്നേറ്റത്തിൽ വഴിതെളിച്ചു. കാര്യം വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ നിരക്ക് റിപ്പോ റേറ്റിൻ്റെ കുറവ് വരുത്തുന്നതിൻ്റെ ഗുണഫലം എത്രയും വേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കും. അതേസമയം തന്നെ ലിക്വിഡിറ്റി സംബന്ധമായിട്ടുള്ളൊരു ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ബാങ്കിങ് സ്ഥാപനങ്ങൾ നേരിടേണ്ടതില്ല, അല്ലാതെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി എടുത്തൊരു സ്റ്റെപ്പായിട്ട് അതിനെ കണക്കാക്കി. ക്യാഷ് റിസർവ് റേഷ്യോ 4% നിന്ന് 3% ആക്കുന്നതിലൂടെ മാത്രം 2 ലക്ഷം കോടിയുടെ അധിക പണമാണ് ബാങ്കിങ് സംവിധാനങ്ങളിലേക്ക് വരുന്നത്. അതായത് ലിക്വിഡിറ്റി വർദ്ധിക്കുന്നു. അപ്പോൾ ഇതൊരു ബാങ്കിങ് സെക്ടറുകളെ പോസിറ്റീവായിട്ട് സാധിച്ചൊരു ഘടകമാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു റിസർവ് ബാങ്കിൻ്റെ ഇത്തവണത്തെ പണനയ സമിതി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗത്തിൽ നിന്നുണ്ടായത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ്, നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പണപ്പെരുപ്പത്തിൻ്റെ ഒരു ഇത് പ്രവചനം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 4% നിന്ന് 3.7% താഴ്ത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറേ ഇനിയും താഴ്ന്നു നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ. അതേപോലെ തന്നെ ഗ്രോത്ത്, നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള GDP വളർച്ച, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച, അതിൻ്റെ ഔട്ട്ലുക്ക് ഈ രണ്ട് ഘടകങ്ങൾക്കിടയിൽ മെയിൻറ്റെയിൻ ചെയ്ത് 6.5%. അതായത് ഗ്ലോബലായിട്ട് ഇത്ര അൺസർട്ടനിറ്റികൾ നിൽക്കുന്നൊരു ഘട്ടത്തിലും റിസർവ് ബാങ്ക് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ 6.5%-ൽ വളരുമെന്നുള്ള ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് സഹായിച്ചു. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അൺസെക്യൂർഡ് ലോൺസിൽ ഉണ്ടായിരുന്ന സ്ട്രെസ്സ് കുറയുന്നതായിട്ട് ക്രെഡിറ്റ് കാർഡ് ബന്ധപ്പെട്ടും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോണുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ഒരു കിട്ടാക്കടങ്ങളിലെ ഒരു തോത് കുറയുന്നത് ഗുണകരമായി ഭവിച്ചു. അല്ലെങ്കിൽ ഇത്തരം RBIയുടെ നിരീക്ഷണങ്ങളും അനുമാനങ്ങളുമൊക്കെയാണ് ഇതിന് നേരത്തെ ആദ്യം പറഞ്ഞ രണ്ട് പ്രഖ്യാപനം, റിപ്പോ റേറ്റിന് ക്യാഷ് റിസർവ് റേഷ്യോയുടെ കൂടാതെ ഇത്തരം നിഗമനങ്ങളും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡാറ്റാസും കൂടെ റിസർവ് ബാങ്ക് പങ്കുവച്ചത് വിപണിയെ പോസിറ്റീവായിട്ട് സഹായിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുന്നു, ജനങ്ങളുടെ ക്രയവിക്രയശേഷി വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ ഡിമാൻഡ് ബൂസ്റ്റിംഗ്, കൺസ്യൂമർ സ്പെൻഡിങ് വർദ്ധിപ്പിച്ച് എക്കണോമിക് ആക്ടിവിറ്റി റിവൈവ് ചെയ്യാനുള്ള നീക്കങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ സമ്പദ്ഘടനയെ കൂടുതൽ സക്രിയമാക്കാനുള്ള നീക്കങ്ങളുണ്ടാകുന്നു. ബാങ്കുകളുടെ കൈവശം കൂടുതൽ പണലഭ്യത ഉറപ്പാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നുള്ളതും. ഇത്തരത്തെ പണനയ സമിതിയുടെ അവലോകന യോഗത്തിൽ വന്ന തീരുമാനങ്ങൾ ശ്രദ്ധേയമായി. അപ്പോൾ ഈ RBIയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം സർപ്രൈസ് നീക്കങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിൽ എന്നൊരു വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ ശക്തമായി കുതിച്ചിരുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറുകളിലേക്ക് ഒരു ഓഹരിയുടെ കുതിപ്പാണ് പ്രധാന സൂചികൾക്ക് ഇത്രയും ഒരു നേട്ടത്തിലേക്കുള്ളൊരു കരുത്തേക്കിയത്. ഇതിൽ NSEയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ 252 പോയിൻറ്റ് വർദ്ധനയോടെ 25,003-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 25,000 നിലവാരം വീണ്ടും തിരികെ പിടിച്ചിരിക്കുന്നു. BSEയുടെ അടിസ്ഥാന സൂചികയായിട്ട് സെൻസെക്സ് ആയിട്ട് 747 പോയിൻറ്റ് ഉയർന്ന് 82,189 നിലവാരത്തിലും ക്ലോസ് ചെയ്തു. സെൻസെക്സും 82,000 എന്നുള്ള നിർണായക നിലവാരം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ പറയേണ്ട മറ്റൊരു ശ്രദ്ധേയ ഘടകം എന്ന് പറയുന്നത് NSEയിലെ ബാങ്കിങ് ഓഹരികളുടെ ഒരു പൊതുസൂചിയായ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. നിഫ്റ്റി ബാങ്ക് 818 പോയിൻറ്റ് ഉയർന്ന് 56,572 നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ശ്രദ്ധേയമായ ഒരു ഘടകമാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സർവകാല റെക്കോർഡ് ഉയരം അല്ലെങ്കിൽ ബാങ്കിങ് ഓഹരികളുണ്ടായ ഒരു ഉണർവ് നിഫ്റ്റിയെയും സാധിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇന്ന് നിഫ്റ്റി കൈവരിച്ച് 252 പോയിൻ്റ് നേട്ടത്തിൽ 145 പോയിൻറ്റും ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറുകളിൽ നിന്നുള്ള ഓഹരികളുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പം ഇന്ന് മികച്ച നേട്ടം കരസ്ഥമാക്കേണ്ടത് പ്രധാനപ്പെട്ട ഓഹരി സൂചികൾ, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡീസസ് NSEയുടെ നിഫ്റ്റിയും BSEയുടെ സെൻസെക്സും മികച്ച നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച വ്യാപാരത്തിൽ ക്ലോസ് ചെയ്തതോടെ തന്നെ ആഴ്ചക്കാലളവിലും ഈ കടന്നു പോകുന്ന വ്യാപാര ആഴ്ചയിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ വെല്ലുവിളി പറയാൻ വിപണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് 2 ആഴ്ചകൾക്ക് ശേഷമാണ് സാധിക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ഒരാഴ്ചത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഒരു നേട്ടത്തോടെ മാർക്കറ്റ് ആഴ്ചക്കാലങ്ങളിലും ഒരു പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിയർലി 1% പ്രധാനപ്പെട്ട ഓരോ സൂചികളിൽ ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്.
അതുപോലെ തന്നെ തുടർച്ചയായി 2 വ്യാപാരാഴ്ചയിലെ തിരിച്ചടികൾക്ക് ശേഷമാണ് ഈ ആഴ്ചക്കാല വീക്ക്ലി ബേസിസിൽ ഒരു പോസിറ്റീവിൽ അല്ലെങ്കിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്നുള്ളത് ശ്രദ്ധേയമാണ്. പിന്നെ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് നിഫ്റ്റിയെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൂചികളിൽ ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് നിഫ്റ്റി 1% ഉള്ളൊരു വർധന രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് സൂചികളാകട്ടെ 3% നേട്ടമാണ് വീക്ക്ലി ബേസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബ്രോഡർ മാർക്കറ്റിലും അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് അതേപോലെ ഉള്ളത് തീർച്ചയായിട്ടും നല്ല ശ്രദ്ധേയമായ ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി വീണ്ടും റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ബേസിൽ 2% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സെക്ടറൽ ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഒഴിച്ച് ബാക്കിയുള്ള സെക്ടറൽ ഇൻഡീസസ് പ്രധാനപ്പെട്ട 12 സെക്ടറൽ ഇൻഡീസസുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ സെക്ടറൽ ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ നേട്ടം ആഴ്ചക്കലകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറിലും ഉണർവ് കാണാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോഡർ മാർക്കറ്റിലും അഡ്വാൻസ് ഡിക്ലറേഷൻ ഒക്കെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്കുള്ള ഫീൽ കിട്ടുന്നുണ്ട്. വെള്ളിയാഴ്ച NSE വെള്ളിയാഴ്ച NSE വ്യാപാരം ചെയ്യപ്പെട്ട 2993 ഓഹരികളിൽ 1673 എണ്ണം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. 1229 ഓഹരികളാണ് നഷ്ടം നേരിട്ടത്. 91 ഓഹരികൾ അൺചേഞ്ച്ഡ്. അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കും പോസിറ്റീവായിട്ട് തന്നെയുണ്ട്. ബ്രോഡർ മാർക്കറ്റിലും ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിറഞ്ഞിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണിത്. പിന്നെ ഇന്നത്തെ ഒരു 95 ഓഹരികളാണ് 52 വീക്ക് ഹൈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഉയർന്ന നിലവാരങ്ങളിലേക്ക് പുതിയ ഉയരം കുറിച്ച് 95 ഓഹരികളാണ്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ താഴെ നിലവാരങ്ങളിലേക്ക് വീണുപോയ 18 ഓഹരികളുമുണ്ട്. 93 ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ക്ലോസ് ചെയ്തു. 59 ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിക 100 സൂചിക നോക്കുകയാണെങ്കിൽ 0.81% നേട്ടം രേഖപ്പെടുത്തി. അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയായിട്ട് 1.21 1.25% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. NSEയുടെ സെക്ടർ സൂചികൾ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ തന്നെയാണ് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി നിഫ്റ്റി റിയാലിറ്റിയാണ്. RBIയുടെ സർപ്രൈസിംഗ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നതോടുകൂടി തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ബാങ്ക് ഓഹരികളെക്കാട്ടും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഘടകങ്ങളായ NBFC ഉണ്ട്, അതിൽ റിയാലിറ്റി ഉണ്ട്. അപ്പം നിഫ്റ്റി റിയാലിറ്റി നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെ സെക്ടറിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു ഫലമായിട്ട് നിഫ്റ്റി റിയാലിറ്റിയിൽ 4.68% വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ടറൽ ഇൻഡീസസിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി റിയാലിറ്റിയാണ്. അതിനുശേഷം നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട് 2.09% വർധന രേഖപ്പെടുത്തി. അതുപോലെ തന്നെ നിഫ്റ്റി മെറ്റൽ 1.9 ഉണ്ട്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 1.79% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ 1.52%, അതായത് 1.5% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ എന്ന് പറയുന്നത് RBIയുടെ ഈ റിപ്പോ റേറ്റ് കുറച്ചോ അതിൻ്റെ ഭാഗമായിട്ട് വായ്പകളുടെ നിരക്കുകളും കുറയുന്നതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കാവുന്ന ഒരു സെക്ടർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റിയാലിറ്റിയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്നൊരു ഇത് ഓട്ടോമൊബൈൽ സെക്ടറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ആ ഒരു സെക്ടറിൽ നിന്നൊരു മുന്നേറ്റം കാണാനായി. ഇനി വിപണിയിൽ ഇനി എന്ത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു റിപ്പോ റേറ്റ് താഴ്ത്തിയ നടപടി എന്ന് പറയുന്നത് വിപണിയുടെ ഒരു പൊതു ആയിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സിനെ ഒരു പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുന്നോട്ടേക്കും അത് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് നെഗറ്റീവായിട്ടുള്ള ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ RBI നൽകിയിട്ടുള്ളൊരു ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിന് മുന്നോട്ടുള്ളൊരു കുതിപ്പിന് സഹായിക്കുമെന്ന് തന്നെ കരുതുന്നു. പ്രത്യേകിച്ചും പലിശ നിരക്കുകളുടെ മാറ്റം സ്വാധീനിക്കുന്ന റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറുകളിലെ ഓഹരികൾ, റെയിൽവേ വിഭാഗം ഓഹരികളിലുമൊക്കെ ഇതിന് പുറമെ റെയിൽവേ സെക്ടറുകളിലും ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു കൂടുതൽ നിക്ഷേപ ശ്രദ്ധ പതിയാനുള്ള സാധ്യതകളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഓരോ ഡീൽ നിക്ഷേപം പരിഗണിക്കാമെന്നുള്ള ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി സ്വീകരിക്കാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുമ്പോൾ കുറച്ച് ദിവസം കൺസൾട്ടേഷന് ശേഷമാണ് ഇന്നൊരു റാലി നടന്നത്. മുന്നേറ്റേക്കൊരു ബ്രേക്കൗട്ട് നിഫ്റ്റി സൂചികൾ ഉണ്ടാകാനുള്ള സാധ്യത അതിൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ബാങ്ക് ഇൻഡെക്സിൽ നിന്നൊരു ബ്രേക്കൗട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ തന്നെ. അപ്പം ഒരു വീക്ക്ലി ബേസിസിൽ ഇനി അടുത്തടുത്തേക്ക് പറയുകയാണെങ്കിൽ 25,200 നിലവാരത്തിന് മുകളിൽ ഒരു ഡിസിസീവായിട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് അടുത്ത ഘട്ടം റാലി ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 25,600 മാറും. ഇനി അപ്പോൾ 25,200 മുകളിൽ ഒരു ശക്തമായ ക്ലോസിംഗ് ആണ് ഇനി മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു ഇച്ചിരി നിയർ ടൈമായിട്ട് പറയുകയാണ് വേണ്ടത്. 25,600 ആയിരിക്കും അങ്ങനെയെങ്കിൽ ആദ്യഘട്ടം. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഓൾ ടൈം ഹൈകളിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉരുത്തിരിയും. ഗ്ലോബലി വേറെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ. ഇനി തിങ്കളാഴ്ചത്തെ കാര്യമാണ് നോക്കുന്നതെങ്കിൽ 27,150 ഇപ്പോഴത്തെ രീതിയിലൊരു തൊട്ടടുത്ത റെസിസ്റ്റൻസ്. ഈ ലെവലിന് മുകളിൽ മറികടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
മറികടന്ന് തിങ്കളാഴ്ച ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വളരെയധികം പോസിറ്റീവാണ്. ഇല്ലെങ്കിൽ പോലും 27,000 മുകളിൽ ഒരു തിങ്കളാഴ്ച മൊത്തത്തിൽ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലോ 27,000 മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും 27,350 നിലവാരങ്ങളിലേക്കൊക്കെ ഉള്ളൊരു ആദ്യഘട്ടത്തിൽ നീങ്ങാനുള്ളൊരു ചുവടുവയ്പായത് മാറും. മറുവശത്ത് താഴേക്ക് ശ്രദ്ധിക്കേണ്ട 24,850 നിലവാരമാണ് നിഫ്റ്റിയിൽ. ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ലോസിംഗ് ബേസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോഴത്തെ ഒരു കറണ്ട് റാലിയുടെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ വീക്കനാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്രോഫിറ്റ്, ഇപ്പോഴത്തെ നടന്ന റാലിയുടെ ഒരു പ്രോഫിറ്റ് ഒരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ട്രിഗറുമായി അത് മാറും. ഇപ്പോൾ 24,450 താഴേക്കുള്ളതിൽ ശ്രദ്ധിക്കേണ്ടത്. അതേസമയം 25,200 ഇച്ചിരി നെറ്റ് ടൈം വരുന്നത് ക്ലോസിംഗ് ബേസിൽ ശ്രദ്ധിക്കേണ്ട നിലവാരങ്ങൾ ആണ് പറയാനുള്ളത്. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.